അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമുക്കൊരു വാർത്ത കേട്ടിട്ട് ബാക്കി പറയാം. ശ്രീനാരായണ സാഹോദര്യ പുരസ്കാരം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്ക് മതേതര ഇടപെടലാണ് സ്വാമി ശാശ്വതികാനന്ദ സാംസ്കാരിക കേന്ദ്രത്തിന്റെ പുരസ്കാരം. SNDP യോഗം മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK വിദ്യാസാഗർ ചെയർമാനായ ജൂറിയാണ് അവാർഡ് നിർണയം നടത്തിയത്. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ദീപക് ധർമ്മട വിവരങ്ങൾ വെച്ചിരുന്നു. ദീപക്, ഓൾമോസ്റ്റ് എല്ലാ സംവിധാനങ്ങളും പരാജയപ്പെട്ട ഒരിടത്ത് നിമിഷപ്രിയ വിഷയത്തിലൊക്കെ കാന്തപുരം നടത്തുന്ന ഇടപെടൽ, അതുല്യമായ ഇടപെടൽ അദ്ദേഹം നടത്തിയതാണ്. അതൊക്കെ ഈ പുരസ്കാര നിറവിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതിൽ നിർണായക ഘടകങ്ങളായിട്ടുണ്ടോ ദീപക്? ആഷ്മി, അതുതന്നെയാണ്. കാരണം മതേതരമായ ഇടപെടൽ മാത്രമല്ല, ഭരണകൂട സംവിധാനം പോലും പരാജയപ്പെട്ടെടുത്ത് നിമിഷപ്രിയയെ വധിക്കുന്നതിൽ നിന്നും ഒഴിവാക്കുന്നതിലേക്ക് കാന്തപുരത്തിന്റെ ഇടപെടൽ കൊണ്ട് ഒരു മതപണ്ഡിതന് മറ്റൊരു മതപണ്ഡിതനുള്ള സ്വാധീനത്തിലൂടെ നയതന്ത്ര ബന്ധങ്ങളില്ലാത്ത യമനിൽ നടത്താൻ പറ്റി എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. അതിനുശേഷമാണ് ഈ പുരസ്കാരം, അതും ശ്രീനാരായണ സാഹോദര്യ പുരസ്കാരം ലഭിക്കുന്നു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ആ അവാർഡിന് അർഹനാകുന്നു എന്ന് പറയുന്നു. ഇത് വലിയ കാര്യം തന്നെയാണ്. അതിനൊരു മതേതര വലിയ പ്രതിച്ഛായ ഉണ്ട് എന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കും. മാത്രവുമല്ല, SNDP യോഗത്തിന്റെ മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK വിദ്യാസാഗർ ചെയർമാനായ ഒരു ജൂറിയാണ് അവാർഡ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ശാശ്വതികാനന്ദ സാംസ്കാരിക കേന്ദ്രത്തിൻ്റെതാണ് ഈ പുരസ്കാരം. മറ്റ് ജൂറി അംഗങ്ങളെ പരിശോധിക്കുമ്പോൾ മുൻ രാജ്യസഭ MP ആയിരുന്ന C ഹരിദാസ്, അതുപോലെ തന്നെ MG യൂണിവേഴ്സിറ്റിയിലെ സോഷ്യൽ സയൻസിലെ പ്രൊഫസർ ഡോക്ടർ രാജേഷ് കോമത്ത് തുടങ്ങിയ പ്രമുഖർ ഈ ജൂറിയിൽ ഉണ്ടാകുന്നു. ആ ജൂറിയാണെങ്കിൽ വളരെ കൃത്യമായി പറയുന്നത്, ഈ മലബാറിലെ അതിസാധാരണമായ ഒരു കർഷക കുടുംബത്തിൽ ജനിക്കുന്നു, അതിൽ നിന്നും വളർന്ന് മതപരമായ പഠനത്തിലൂടെ അത് കഴിഞ്ഞ് അദ്ദേഹം ഒരു ആഗോള അംഗീകാരത്തിലേക്ക് എത്തിയിരിക്കുന്നു. അത്തരത്തിലുള്ള ഒരു ഇസ്ലാമിക പണ്ഡിതൻ, ആ പണ്ഡിതൻ മതേതരമായി നടത്തിയ മാനുഷികമായ ഇടപെടൽ, ആ ഇടപെടലുകളെ അംഗീകരിച്ചുകൊണ്ടാണ് ഈ ശ്രീനാരായണ സാഹോദര്യ പുരസ്കാരത്തിന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉസ്താദിനെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ആഷ്മി, കേട്ടല്ലോ. സുൽത്താനുൽ ഉലമക്ക് അവാർഡ് പ്രധാനപ്പെട്ട ഒരു കാരണം നിമിഷപ്രിയ. ഇവര് അതിന്റെ പേരിൽ സുബ്ഹാന ജല്ല എന്തൊക്കെയാണ് പറഞ്ഞത്, എന്തൊക്കെയാണ് ഇവർ എഴുന്നള്ളിച്ചത്, എന്തൊക്കെ കുട്ടിക്കരണങ്ങളാണ് മറിഞ്ഞത്. അതിനൊരു 3 മിനിറ്റ് വീഡിയോ നിങ്ങൾ ക്ഷമയോടെ ചിരിക്കാതിരുന്ന് കാണട്ടോ. ചിരിച്ചിങ്ങൾ വെച്ചാൽ ഞാൻ ഉത്തരവാദിയല്ല. ആ വീഡിയോ ഒന്ന് കാണുന്നിട്ട് ബാക്കി പറഞ്ഞു. വേറൊരു വിഷയം ഇപ്പൊ പറഞ്ഞില്ല. സുജൂദിലൊക്കെ നിമിഷപ്രിയ ഞങ്ങളൊരു വിഷയത്തിൽ ഇറങ്ങിയാൽ പിന്നെ പൂർത്തിയാക്കിയിട്ടേ കയറുള്ളൂ. മനസ്സിലായില്ലേ? ആവശ്യമില്ലാത്ത ഞങ്ങൾ ഇറങ്ങില്ല. കാരണം എന്താ? ഞങ്ങൾ നിർദ്ദേശിച്ചതിൽ ഇറങ്ങും. ഇത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കൃത്യമായി പഠനം ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ പഠനം നടത്തി അത് തെറ്റാണെന്നും അവകാശവാദം അത് ശരിയല്ല എന്നും വളരെ ക്ലിയർ ആയി മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ ഒരുങ്ങിയത്. അല്ലാതെ നിങ്ങൾ ഇടപെട്ടോളൂ, ഞങ്ങൾക്ക് എന്തായാലും കുഴപ്പം. കേന്ദ്ര ഗവൺമെന്റിനേക്കാൾ വലിയ ആളാന്നൊക്കെ കേന്ദ്രം തന്നെ പണിയും. അതുപോലെ കാര്യം 13-ാം തീയതി ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. 13-ാം തീയതി ആരെ വിളിച്ചതാണ്? ഉമർ ഹഫീദിനെ വിളിച്ചു തുടങ്ങിയതാണ്. ഞാൻ പറഞ്ഞതനുസരിച്ച് നിങ്ങൾ പറയാൻ തുടങ്ങിയത് എന്നാ 14-നാ. എന്നാ ഞങ്ങൾ അഭ്യർത്ഥിച്ചത് ജൂലൈ 15-ന്. കാരണം നിങ്ങൾ പ്രതിനിധിയാണ് എന്ന് പറഞ്ഞയക്കുന്ന ആളുകൾ തന്നെ നേരിട്ട് വിവരം ഞങ്ങൾക്ക് തരുന്നുണ്ട്. ഞങ്ങളോട് പറയുന്നുണ്ട് സംഗതി AP ഇടപെട്ടിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ആ പോകുന്ന ആളുകൾ ഞങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങൾ പോയി നോക്കി, ഡേറ്റ് ഒന്ന് മാറ്റിവെക്കണം എന്ന് കോടതിയോട് നേരിട്ട് ഹർജി കൊടുത്തപ്പോ ആ ഉമ്മക്ക് 13-ന് തന്നെ കോടതി സാവകാശം കൊടുത്ത് നീട്ടിക്കൊടുത്തു. അത് ആ ഉമ്മക്കാണ് അറിയിക്കണത്. ശനിയാഴ്ച കോടതിയിൽ അമ്മ ഹർജി കൊടുക്കുന്നു. 13-ന് വാദം കേട്ട് 14-ന് അതിന്റെ വാദത്തിന്റെ വിധി, അതായത് നീട്ടിവെച്ചു എന്നത് ലെറ്റർ കൊടുക്കുന്നു. അതാണ് 14-നുള്ള ആ ലെറ്റർ. വളരെ വ്യക്തം കാര്യം. 14-ന് കിട്ടാനുള്ള കാരണം 13-ന് തന്നെ കൊല്ലപ്പെട്ട ആ സഹോദരൻ, അതിന്റെ പ്രതിയായിട്ടുള്ള പെണ്ണിന്റെ ഉമ്മ ഇതിൽ ദയാഹർജി കൊടുത്ത് കുറച്ച് സാവകാശം വേണമെന്ന് നേരെ രേഖാമൂലം കോടതിയോട് ആവശ്യപ്പെട്ടതാണ്. അപ്പൊ ആ ഉമ്മക്കാണ് എന്ത് കൊടുത്തത്? ഇത് നീട്ടിവെച്ചിട്ടുണ്ട്. അത് 14-ന് കൊടുത്തിട്ടുണ്ട്. അതിലൊരു വസ്വാസം ഉണ്ടാക്കാൻ കഴിയില്ല. 12-ാം തീയതി തന്നെ ഈ പ്രതിയായ സ്ത്രീയുടെ ഉമ്മ അവിടെ പോയി അപ്പീൽ കൊടുക്കുന്നു, ദയാഹർജി. കാര്യം 14-ന് കിട്ടാനുള്ള കാരണം 13-ന് തന്നെ കൊല്ലപ്പെട്ട ആ സഹോദരൻ, അതിന്റെ പ്രതിയായിട്ടുള്ള പെണ്ണിന്റെ ഉമ്മ ഇതിൽ ദയാഹർജി കൊടുത്ത്. നിങ്ങൾ പത്രസമ്മേളനം നടത്തുന്നതിന്റെ തൊട്ട് മുമ്പത്തെ ദിവസം അതിന്റെ വിധി കോടതി പറഞ്ഞു. അവിടെ നിങ്ങൾ 14 നിങ്ങൾ ചർച്ചയുടെ നടന്നിട്ടുള്ളത് ഒറ്റയടിക്ക് ആദ്യം പറഞ്ഞ എന്താ? ഞാൻ പറഞ്ഞതനുസരിച്ച് നിങ്ങൾ പറയാൻ തുടങ്ങിയത് എന്നാ 14-നാ. തരത്തിന് ഞങ്ങൾ കൂട്ടുനിന്നിട്ടില്ല. ഞങ്ങൾക്കെന്നറിയാമായിരുന്നു കാന്തപുരം ഒരു ചുക്കും ചെയ്തിട്ടില്ല. യമനിൽ ഒരു ഇടപെടലും നടത്താൻ സാധ്യമായിട്ടില്ല. അല്ലാതെ മൂപ്പര് ഇടപെട്ടിട്ടില്ല നമ്മൾ പറഞ്ഞു. ഇടപെട്ട് ഇടയിൽ പെട്ടുപോയി എന്നല്ലേ നമ്മൾ പറഞ്ഞു.
പേരടിക്കൊന്നു കൊടുക്കുക എന്നല്ലാണ്ട്. ഇവല് 13-ാം തീയതി ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. 13-ാം തീയതി ആരെ വിളിച്ചതാണ്? ഉമർ ഹഫീദിനെ വിളിച്ചു തുടങ്ങിയതാണ്. 13-ാം തീയതി ആദ്യം പറഞ്ഞെന്താ? ഞാൻ പറഞ്ഞതനുസരിച്ച് നിങ്ങൾ പറയാൻ തുടങ്ങിയത് എന്നാ 14-നാ. എന്നാ നിങ്ങൾ അഭ്യർത്ഥിച്ചത് ജൂലൈ 15-ന്. എന്നാ നിങ്ങൾക്ക് ലെറ്റർ കിട്ടിയെന്ന് പറഞ്ഞത് ജൂലൈ 15-ന്. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വിടലാണ്. ഗ്രാൻഡ് മുഫ്തി തട്ടിപ്പ്, സുൽത്താനുൽ ഉലമ വെട്ടിപ്പ്. ഈ പറഞ്ഞതിന് 2 വർഷം മുമ്പുള്ള നൗഷാദ്, 2013-ന്റെ മുമ്പുള്ള നൗഷാദല്ല. 14, 15, 16, 17, 18, 19, 20, 21 വരെ കഴിഞ്ഞിട്ടുള്ള നൗഷാദാണ് മറുപടി പറയാൻ നിൽക്കുന്നത്. ശ്രദ്ധിച്ചു കേട്ടോളൂ. കൊണ്ട് എപി ഉസ്താദിന് വലിയ സ്ഥാനം കിട്ടാനേ സാധ്യതയുള്ളൂ ഇവരെ എതിർക്കുന്നതിനനുസരിച്ച്. അതുകൊണ്ടല്ലേ നമ്മൾ സുൽത്താനുൽ ഉലമ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വീഡിയോ കണ്ടപ്പോഴേ എനിക്ക് ഓർമ്മ വരുന്നത് പിന്നെ അത് ഓരോ ക്ലിപ്പ് ഇട്ടിട്ട് പറയാൻ എനിക്ക് താല്പര്യമുണ്ട്. പക്ഷെ വീഡിയോ ഒരുപാട് ലെങ്ത് ആവുമെന്ന് വിചാരിച്ചിട്ടാ. എനിക്ക് ഓർമ്മ വരുന്നത് മറ്റൊരു കള്ളുകുടിയൻ്റെ കഥയാണ്. 2 കള്ളുടിയന്മാരെ അപ്പം ഷാപ്പിൽ നിന്ന് ഇങ്ങനെ കുടിച്ചു പോവുകയാണ്. എൻ്റെ മോളോട് ഈ കഥ പറഞ്ഞെടുത്തപ്പോൾ അവളത് വളരെ പെട്ടെന്ന് പിന്നെ മനസ്സിൽ വെച്ചിരിക്കണം. അവളത് വളരെ കാര്യമായിട്ട് എല്ലാവരോടും പറയണേക്കാം. അപ്പം എന്താണ്, മുമ്പിൽ പോണ കള്ളുടിയന് കടലിൽ നിന്നാണ്, കള്ളുടിൻ്റെ കടലിൽ നിന്നാണ്. അപ്പോൾ ഈ കടലിൽ നിന്നുമ്പോൾ വായിക്കുമ്പോൾ ഇങ്ങോട്ട് പോകും, പറയുമ്പോൾ ഇങ്ങോട്ടും പോകും, ഇങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകും. ഇത് കണ്ടപ്പോൾ ബാക്കത്തെ കള്ളുടിയന് ബഹുരസം. മൂപ്പര് പിന്നെ എന്തായിരുന്നറിയോ, മൂപ്പര് ഇങ്ങനെ കയ്യൊട്ട ഓൻ്റെ തമാശ കയ്യൊട്ട ഓൻ്റെ കയ്യുറക്കണ്ടേ, ഓൻ്റെ കൈ ഇങ്ങനെ പരസ്പരം കൂട്ടുമുട്ടാതെ ഇങ്ങനെ കൂട്ട. ഇത് മാതിരിയാണ്. 13-ാം തീയതി ഒന്ന് പറയാ, പിന്നെ പറയും 15-ാം തീയതി, പിന്നെ പറയാം ഇടപെട്ടിട്ടില്ല എന്ന്, പിന്നെ ആരെങ്കിലും കത്തിച്ചത്. ഇങ്ങനെ തുടങ്ങിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടിക്കരണം അറിയാം നമ്മളെ നൗഷാദ്. അപ്പൊ ഇനിയിപ്പോ ഈ വാർത്ത കേട്ട നൗഷാദ് എന്താ പറയാനുള്ളത് അത് കേട്ടോളി. ഒരു കാര്യം പറയാ, കേന്ദ്രത്തെക്കാൾ എന്നല്ല ഒരു പൂച്ചക്കുട്ടിയെക്കാളും വലുതാകാൻ കാന്തപുരത്തിന് കഴിയില്ല. നിങ്ങൾ എല്ലാ സംഘടനയും കൂടിയാലും ഒരു ജീവുള്ള അവസ്ഥയിലേക്ക് വരെ എത്താൻ കഴിയില്ല. നിങ്ങളെ എല്ലാ വീമ്പും തകർക്കുന്ന പുതിയ വാർത്തയാണ് ഇനി ഞാൻ അടുത്ത് വെക്കാൻ പോകുന്നത്. ഇപ്പോൾ കിട്ടിയ വാർത്ത, ഇപ്പൊ കിട്ടിയതാ. ഇന്നെന്താ ഡേറ്റ്? 22-ന് ഇപ്പൊ വന്ന റിപ്പോർട്ടർ വാർത്ത വെച്ചെടുക്ക്. കഴിഞ്ഞു കഥട്ടോ. നൗഷാദിന് പറയാനുള്ളത് ഇതാണ്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത്, കാന്തപുരം വലുതാവൂലെന്ന് എന്ത് പറഞ്ഞും കാര്യമില്ല, ഏത് വാർത്തയിൽ വന്നിട്ടും കാര്യമില്ല, ആര് സമ്മതിച്ചിട്ടും കാര്യമില്ല. കാന്തപുരം ഒരു പൂച്ചക്കുട്ടിൻ്റെ അത്ര പോലും വലുതാവൂല. അങ്ങോട്ട് പറഞ്ഞ ചിത്താന്ന് പിടിച്ചെന്നത്. ഇനിയിപ്പോൾ നൗഷാദിനോട് നമുക്ക് എന്തായാലും മറുപടി പറയാം. ഇങ്ങനെ ചിത്താന്നും പിടിച്ചതുകൊണ്ട് എന്താ നൗഷാദിനോട് മറുപടി പറയാം? നമുക്കൊന്നും പറയാമല്ലോ. കുഞ്ഞാമത് പറഞ്ഞിട്ടോ അതിൻ്റെ മറുപടി. കുഞ്ഞാമതി പറഞ്ഞതേ ഇപ്പം അതിന് മറുപടി പറയാനുള്ളൂ. നമ്മളായിട്ട് പറയണ്ട, ഓൽക്ക് മറുപടി ഓലെന്നാണ് പറഞ്ഞോട്ടെ. ഉള്ളുകൊണ്ട് മുള്ളെടുക്കുക, ചോട്ട് പോയ വെള്ളം കൊണ്ട് എടുക്കുക എന്നൊക്കെ പറഞ്ഞതുപോലെ ഉള്ളൊരു പരിപാടിയാണ്. ഇപ്പം നമ്മൾ പറഞ്ഞിട്ട് അധികമാവണ്ട. അപ്പോൾ ഇവരെ ഇത് പറഞ്ഞ കാന്തപുരം വലുതാവൂല, അതങ്ങോട്ട് ആണയിട്ട് മനസ്സിലാണ്ട് ഉറപ്പിച്ചിരിക്കുകയാണ്. അതെന്നും രാവിലെ എഴുന്നേറ്റ് മനസ്സ് ഉറപ്പിച്ച് നാവ് കൊണ്ട് വ്യക്തമാക്കി പറയുന്നു എന്ന് പറഞ്ഞ പോലെ ഇവരെ രാവിലെ നീച്ചാലുള്ള ഫസ്റ്റത്തെ ദിക്കറതാണെന്ന് തോന്നുന്നു. കാന്തപുരം വലുതാവൂല, കാന്തപുരം വലുതാവൂല എന്നുള്ളത്. നിങ്ങളോട് ഇനിയിപ്പോൾ നമുക്ക് അവസാനമായിട്ട് പറയാനുള്ളത് എന്താണെന്നറിയോ? മൂത്തൂബിയോ വൈദിക്കും. പണ്ടൊക്കെ മുഖം കെട്ടു എന്ന് പറഞ്ഞിരുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ പറഞ്ഞത് കെട്ടിൻ്റെ ബാക്കി മുഖം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിരുന്നു എന്നതുപോലെ വലുതാവൂല എന്നാണ് എന്താ അവർ ഉദ്ദേശിക്കണമെന്നാവും. ശാരീരികമായിട്ട് വലുതാവൂല എന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്. അല്ലാത്ത എന്താ ഇവരുടെ. ഏതായാലും ഷവ്വാലിൻ്റെ ശേഷം ഇവരെ കാര്യം കട്ടപ്പുകയാണ്. അതിന് പക്ഷെ അത് പറയുന്നുണ്ടോ, ഷവ്വാലിൻ്റെ ശേഷം നിങ്ങളുടെ കാര്യം കട്ടപ്പുകയാണ്. അസ്സലാമു അലൈക്കും. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.